എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ രീതി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ജനിക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും വിശ്വാസത്തിലേക്ക് തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമോഹത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇന്ന് വാഴ്ത്തപ്പെട്ട റാണിമണിയായുടെ തിരുനാളിന് തമിഴ്നാട് വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി നിർഭയം സാക്ഷി നൽകുന്നവരാകുക. ജനാധിപതിയിലെ ചെമ്മനാളികളെ പോലെ ജ്ഞാനികളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സത്വനെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിക്കുകയും അവർ നിങ്ങളെ ന്യായാധിപ സംഘടനകളെ ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങൾ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ പറഞ്ഞേക്കും, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെ രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവരുടെ പിതാവിന്റെ മുമ്പാകെ നിങ്ങൾ സാക്ഷി നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളോട് നിങ്ങൾ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വകാലം ദേശിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും സത്യമായ പറയും, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവരല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവരല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ അവരെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. കർത്താവ് ദൈവമാനെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
യഥാർത്ഥമായ ക്രൈസ്തവ നയിക്കുവാൻ സഭാമുഖനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയും ഉപവാസത്തിലും നിരന്തരം ചെലവഴിച്ച വാഴ്ത്തപ്പെട്ടതാണ് വഴി ഏകദേശ പ്രാർത്ഥനയും പരിചാരിക്കലും നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധായ സമൂഹങ്ങളുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ ഞങ്ങളുടെ മെത്രാപ്പൊലീത്തയും വികാരിയുമായ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനെ മുതൽ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. Deva
ഞങ്ങളോട് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യ
അങ്ങനെ പ്രചോദനം എന്നോട് തോന്നണമേ. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
നമ്മെ